ഡോക്ടർ ശശി തരൂർ UN സെക്രട്ടറി ജനറൽ സ്ഥാനമാണോ നോട്ടമിടുന്നത്? നോട്ടമിടുന്നതിന് ആർക്ക് വേണമെങ്കിലും എന്ത് സ്ഥാനം വേണമെങ്കിലും നോട്ടമിടാം. UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ആര് വരണമെന്നുള്ള കാര്യത്തിന് അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു ക്വാളിഫിക്കേഷൻ പോലും പറഞ്ഞിട്ടില്ല. രാജ്യങ്ങളാണ് തീരുമാനിക്കുന്നത് ആര് വരണം, അതൊരു ഭാഗം. പിന്നെ ശശി തരൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരിക്കൽ ശ്രമിച്ച ആളാണ് അദ്ദേഹം. അന്ന് എന്തുകൊണ്ട് സാധിച്ചില്ല? 2006 സെക്രട്ടറി ജനറൽ ആകാൻ ശ്രമിച്ചതാണ്. തന്നെയല്ല, അദ്ദേഹം തന്നെ പറയുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു ജീവിതം മുഴുവൻ തയ്യാറെടുത്ത ആളാണെന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിലെ പരിചയം, ഭാഷാപരമായ സ്വാധീനം, അതിന് അവിടെ ഇംഗ്ലീഷും ഫ്രഞ്ചും അറിയണം. അതെ, ഇംഗ്ലീഷ് നല്ല വശമാണ്. ഇംഗ്ലീഷും ഫ്രഞ്ചും അറിയണമെന്നൊരു കൺസെപ്റ്റാണ് ഉള്ളത്. അത് പിന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ, ഇതിലൊക്കെ കഴിവ് തെളിയിക്കണം. അതൊക്കെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്, ആർക്കും അതിന് സംശയം പറയാൻ പറ്റില്ല. പക്ഷേ 2006 അദ്ദേഹം ഒന്ന് UN സെക്രട്ടറി ജനറലാകാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. അന്ന് ഭാരതത്തിലെ രാഷ്ട്രീയ സാഹചര്യവും ഭാരത സർക്കാരിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളും ഒന്ന് നോക്കുക. കാരണം അതിനൊരു പ്രാധാന്യമുണ്ട്. ഒരു ഭാരതീയൻ സെക്രട്ടറി ജനറൽ ആകുക എന്ന് പറയുമ്പം ഭാരതത്തിൻ്റെ ലോകരാഷ്ട്ര മുമ്പിലുള്ള സ്ഥാനം, നമ്മുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾക്കും അതിനകത്ത് സ്ഥാനമുണ്ട്. അല്ലാതെ വിശ്വപൗരരാണെന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചാലും കെട്ടിയിറക്കത്തൊന്നുമില്ല. ഇന്ത്യക്കാരനെന്നുള്ള പരിഗണനയിൽ കൂടെ തന്നെയാണ് വരികയും ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ പറയുമ്പോൾ അന്ന് പാകിസ്ഥാനോടും അമേരിക്കയോടും ചൈനയോടും ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന UPA, ഒരുപക്ഷെ അവരാണ് അധികാരത്തിലാക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തെന്ന് തന്നെ പറയണം. ആ 3 രാജ്യങ്ങളും ആയി നല്ല ബന്ധമുള്ള UPA ഭരണകൂടം, ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി, സോണിയാഗാന്ധിയുണ്ട്, ചൈനയും അവരുടെ സ്വന്തക്കാരാണ്, അമേരിക്കയും. അത് ഈ സാഹചര്യത്തിൽ തരൂർ തന്നെ പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ്, ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ പോലും മൻമോഹൻ സിംഗ് ആണ് അങ്ങനെ ആയിക്കൂടെ എന്ന് ആദ്യം ചോദിച്ചതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ പറയുമ്പം ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ജൂനിയറിൻ്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടയാൾ. അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിന് പിന്നെ തന്നെ അതാണ് കഥ. ആ അമേരിക്കൻ ബന്ധം, IMFലെയും വേൾഡ് ബാങ്കിലെയും അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല പ്രവർത്തന ചരിത്രം, ഇതൊക്കെയാണ് സോണിയാഗാന്ധിയുടെ പോലും കാല് വെട്ടിയിട്ട് അമേരിക്കൻ താല്പര്യത്തിന് വേണ്ടി മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നത്. അത് നമ്മുടെ ഈ ചർച്ചയുടെ വിഷയമല്ല. പക്ഷെ ആ ഡോക്ടർ മൻമോഹൻ സിംഗാണ് സജസ്റ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തെ സെക്രട്ടറി ജനറലിലേക്ക് മത്സരിച്ചുകൂടെ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ശശി തരൂരിന് വലിയ സന്തോഷമായി, പരിശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ പരിശ്രമിക്കുമ്പം ഒരു കാര്യമുണ്ട്. ഈ ഇലക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ മത്സരിക്കുന്നതിന് സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കപ്പെടണം. അത് അംഗീകരിക്കപ്പെടേണ്ടത് UN സെക്യൂരിറ്റി കൗൺസിലിലാണ്. UN സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞാൽ അതിന് ഭൂരിപക്ഷം ഉണ്ടായാൽ മതി. ആ ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ അംഗീകരിക്കപ്പെടും. പലരെ അംഗീകരിക്കാം, ഒരാളത്തെ മാത്രമല്ല അംഗീകരിക്കുന്നു, പലരെ അംഗീകരിക്കാം. സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കുന്നു വേണം. അതായത് 2 പേർക്കും വേണേൽ 15 വോട്ട് കിട്ടാം. ഇപ്പോൾ സാറിനും എനിക്കും വേണേൽ 15 വോട്ട് കിട്ടാം. എൻ്റെ സ്ഥാനാർത്ഥിത്വം പരിഗണിക്കുമ്പോൾ എൻ്റെത് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. സ്ഥാനാർത്ഥിയാകാൻ ഞങ്ങൾക്കെതിരില്ല. അതിന് 2-3 കാറ്റഗറി ഉണ്ട്. എഗ്രി ചെയ്യുന്നു, ഡിസഗ്രി ചെയ്യുന്നു, അഭിപ്രായമില്ല. സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയാണ്. അങ്ങനെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ഇവരെ UN ജനറൽ അസംബ്ലിയിലാണ് വോട്ട് ചെയ്താണ് എലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥാനാർത്ഥിത്വത്തിന് അംഗീകാരം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് നേടിക്കഴിഞ്ഞാൽ മത്സരിക്കാൻ പറ്റും. പക്ഷെ അവിടെ വരെ സാധാരണ പോകാറില്ല. കാരണം അവിടെ ഒരു കെട്ടുണ്ട്. 5 സ്ഥിരാംഗങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ചൈന, റഷ്യ, ഫ്രാൻസ്, UK, അമേരിക്ക. ഇതിലേതെങ്കിലും രാജ്യം വേണ്ട, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവർ വീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഡോക്ടർ തരൂർ മത്സരിക്കുമ്പം പേര് കൊടുക്കുമ്പം തരൂരിന് 5 സ്ഥിരാംഗങ്ങളിൽ ഒരു രാജ്യം തരൂരിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തില്ല.
അതാരായിരിക്കുന്ന അങ്ങയുടെ ഊഹം ആരായിരിക്കുന്ന? ചൈന, അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, UK. ഇതിലേത് രാജ്യമായിരിക്കും വോട്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ വീറ്റോ ചെയ്തിട്ടുണ്ടാവുക, എതിർത്തിട്ടുണ്ടാവുക എന്ന് അങ്ങയുടെ ധാരണ ഏതാ? ചൈന ആയിരിക്കും. അവിടെ എല്ലാവർക്കും തെറ്റുവിട്ടിട്ട് വരും. ചൈന അല്ല. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഏറ്റവും അടുത്ത ആളായ മൻമോഹൻ സിംഗ് വിധേയത്വം പുലർത്തിയിരുന്ന ജോർജ് ബുഷ് ഭരിച്ചിരുന്ന അമേരിക്ക വീറ്റോ ചെയ്തത്, ചൈനയല്ല. ചൈന തരൂരിനെ സപ്പോർട്ട് ചെയ്തു. ആ സപ്പോർട്ട് വാങ്ങിച്ച കാര്യവും തരൂർ തന്നെ പറയുന്നുണ്ട്. പിന്തുണയ്ക്ക് വേണ്ടി ചൈനയിലേക്ക് പോകാൻ ശ്രമിച്ചു. ചൈനയിലെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിക്കണമെന്നുള്ള ആഗ്രഹം മന്ത്രിയുടെ പേര് ഞാൻ മറന്നുപോയി. അതിന് അദ്ദേഹത്തിന് സെക്രട്ടറിയെ സമീപിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ വിദേശകാര്യ സെക്രട്ടറിയെ മന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് തരൂർ പറഞ്ഞു. ആവട്ടെ എന്ന് പറയുമ്പോൾ തരൂരിനല്ല, ഞാൻ വരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ദൗത്യമായിട്ടൊന്നുമല്ല, ഞാനിങ്ങനെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങേ കാണാൻ എനിക്ക് സമയം തരുമെന്നാണ് ചോദിച്ചത്. സഹായം തേടാൻ വേണ്ടി, പിന്തുണ തേടാൻ വേണ്ടി. അതെന്താ വന്നോളെന്ന് പറഞ്ഞു ചൈനയുടെ വിദേശകാര്യമന്ത്രി. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അടുത്ത വിഷയം, ഞാൻ ഭാരതത്തിൻ്റെ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടും അല്ല കാണാൻ ആഗ്രഹിക്കുന്നത്, വ്യക്തിപരമായിട്ടാണ്. അതിനെന്താ വന്നോളെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനൊരു കാര്യം പറഞ്ഞു, അവർ തന്നെ വണ്ടി അറേഞ്ച് കൊടുത്തു. കാരണം ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധിയായിട്ടല്ല അവർ ചെല്ലുന്നത്, ഭാരതത്തിൻ്റെ പ്രതിനിധിയായിട്ടുമല്ല ചെല്ലുന്നത്. അതുകൊണ്ട് ചൈനയുടെ വിദേശകാര്യമന്ത്രിയുടെ അടുത്ത് വരെ എത്തുന്നതിന് ഇദ്ദേഹത്തിന് വാഹനം വരെ അറേഞ്ച് കൊടുത്തു. ചെന്നു. അരമണിക്കൂർ സംസാരിക്കാൻ സംബന്ധിച്ചിടത്ത് ഏതാണ്ട് 1.5 മണിക്കൂർ വരെ സമയം കൊടുത്തു. എല്ലാം കഴിഞ്ഞ അവസാനം ഇംഗ്ലീഷിൽ സംസാരിച്ചതിന് ശേഷം ഫ്രഞ്ചിലോട്ട് സംസാരം മാറി. ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ, ആ ഫ്രഞ്ചും ഇദ്ദേഹം ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇനി ചൈനീസ് ഭാഷ കൂടെ പഠിച്ചാൽ മതി എന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞു. അതാകാമല്ലോ, അതിന് ഞാൻ ഗുരുവാകാമെന്ന് ചൈന വിദേശകാര്യമന്ത്രി പറഞ്ഞു. അങ്ങനെ പ്ലസന്റ് നോട്ടിലാണ് പിന്തുണ വാഗ്ദാനം ചെയ്തു, പിന്തുണ കൊടുത്തു. ചൈന വീറ്റോ ചെയ്തില്ല, അമേരിക്കയാണ് വീറ്റോ ചെയ്യുന്നത്. ശശി തരൂരിനെ എതിർക്കാൻ വേണ്ടി, ശശി തരൂരിനെ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ വേണ്ടി. എന്നെ ഇപ്പം വളരെ എലിമെൻ്ററി ആയിട്ട് ചോദ്യം ചെയ്തേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം, ഭാരതം ആ സ്ഥിരാംഗത്വം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗത്വം ആഗ്രഹിക്കുന്നതിന് വേണ്ടി, അത് ലഭിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. അത്രയ്ക്ക് ഭാരതത്തിന് വലിപ്പമുണ്ട്, സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ്. അവിടെ ആ ഒരു വിഷയം കിടക്കുന്നിടത്തോളം കാലം ഒന്നല്ലെങ്കിൽ വേറൊരു രാജ്യം ഭാരതത്തിൻ്റെ ഈ താല്പര്യത്തിന് എതിര് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എപ്പോഴും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നു. ഒന്ന്. രണ്ടാമത്തെ വേറൊരു കാര്യമുള്ളത്, UN സെക്രട്ടറി ജനറൽമാരുടെ ചരിത്രം എടുത്ത് നോക്കിക്കോളൂ, തുടക്കം തൊട്ട് നോക്കിക്കോളൂ. അവരാരും വലിയ രാജ്യങ്ങളിലെ പ്രതിനിധികളല്ല, ഏതെങ്കിലും ചെറിയ രാജ്യങ്ങളിലെ പ്രതിനിധിയാണ്. അതിനകത്തൊരു റീജിയൻ്റെ പ്രശ്നം വരാറുണ്ട്, മറ്റു പല പരിഗണന ഓരോ സമയത്ത് വരാറുണ്ട്. ഇപ്പം തന്നെ ഇത്തവണ വേണേൽ പറയാം, ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഒരു സ്ത്രീ വനിതയാവട്ടെ സെക്രട്ടറി ജനറൽ എന്ന് വേണേൽ പറയാം. അങ്ങനെയൊക്കെയുള്ള പരിഗണനകളൊക്കെ വരാം. ഇതൊക്കെ കിടക്കുമ്പോഴും ഞാൻ പറയുന്നത്, ഈ 5 സ്ഥിരാംഗങ്ങളും ഭാരതം പോലൊരു രാജ്യത്തെ, ഒരു പ്രധാന രാജ്യത്തെ, ഇന്ന് ലോക സാമ്പത്തിക ശക്തിയിൽ 4ാമതാകാൻ തയ്യാറായിരിക്കുന്ന, സാമ്പത്തികമായും സൈനികമായും ആളുകൊണ്ടും ഭൂമി കൊണ്ടുമെല്ലാം ഇത്രയും വിശുദ്ധ രാജ്യത്തെ ഒരാളിനെ സെക്രട്ടറി ജനറലാക്കാൻ വേണ്ടി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിനെല്ലാം പുറമെ ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ സാഹചര്യത്തിൽ പറയുന്നൊരു കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയാണ് തടസ്സം നിന്നതെങ്കിൽ ഇപ്രാവശ്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് ശശി തരൂരിനെ സഹായിക്കുമെന്ന് കരുതാൻ കഴിഞ്ഞ ഒരാഴ്ചത്തെ സാഹചര്യം നമ്മൾ അനുവദിക്കുന്നില്ല. ഒപ്പം തന്നെ അതങ്ങോട്ട് മാറിയാലും ചൈനയും അതിനെ അനുകൂലിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഭാരതത്തിന് കിട്ടിയ സ്ഥിരാംഗത്വമാണ്. ഭാരതമാവട്ടെ സ്ഥിരാംഗം എന്ന് പറഞ്ഞ ലോകരാജ്യങ്ങളുടെ മുമ്പിലോട്ടാണ്, ഞങ്ങൾക്കല്ല.
ചൈനയ്ക്ക് ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ജവഹർലാൽ നെഹ്റു അത് 50കളിൽ കൊടുത്തതുകൊണ്ടാണ് ഇന്ന് നമുക്ക് അംഗത്വം ഇല്ല, അവർക്ക് അംഗത്വമുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഇതൊക്കെ വെറുതെ ഉള്ള ചില സംസാരങ്ങളെന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചിന്തിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഡോക്ടർ ശശി തരൂർ പോലും അങ്ങനെ ഒരു ആഗ്രഹം വെച്ച് പുലർത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഭാരത സർക്കാരും ഈ പ്രത്യേക സാഹചര്യത്തിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കുകയും നമ്മുടെ ശേഷിയും ക്ഷേമുഷിയും സമ്പത്തും അതും വേണം ഇതെല്ലാം വിനിയോഗിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞ അവസാനത്തെ കാര്യം, ഒരു സെക്രട്ടറി ജനറലെ മാത്രം കിട്ടിയതുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുന്ന ഒരു ലോകത്തിൽ ഉക്രൈനും റഷ്യയുമായുള്ള യുദ്ധം, ഇസ്രായേലും ഹമാസുമായുള്ള യുദ്ധം, ഇത്രയൊക്കെ നടക്കുമ്പോഴും ലോക സമാധാനത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഐക്യരാഷ്ട്രസഭ കോവിഡ് കാലത്തുള്ള ഒരു സംഭാവന നമ്മൾ കണ്ടതാണ്. എങ്കിലും ആ സ്ഥാപന സെക്രട്ടറി ജനറൽ ആവുന്നതിന് ഡോക്ടർ തരൂരിന് കഴിയുന്നെങ്കിൽ വലിയ കാര്യം. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ അത് ഡോക്ടർ ശശി തരൂരിൻ്റെ ഭാരതത്തിനുള്ളിലെ രാഷ്ട്രീയ അവസരവാദപരമായ നിലപാടുകൾക്ക് ഒരു കാരണമോ ന്യായീകരണമാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.